ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പ്രധാനമായിട്ടും കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ എന്നീ 4 യൂണിവേഴ്സിറ്റികളിൽ BEd അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അപേക്ഷ വിളിക്കുകയും ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അപേക്ഷാ സമയം ഏകദേശം കഴിയാനായിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ട്രയൽ അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഷെഡ്യൂളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് പരിശോധിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷവും BEd കോഴ്സിൻ്റെ അഡ്മിഷനിൽ വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കൗണ്ട് വളരെയധികം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഒരുപക്ഷെ BEd കോഴ്സിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി BEd കോഴ്സിൻ്റെ ഇൻഡെക്സ് മാർക്ക് കൂടാനാണ് ചാൻസ് ഉള്ളത്. കാരണം സ്വാഭാവികമായിട്ടും അഡ്മിഷൻ അപേക്ഷ കൂടുമ്പോൾ സ്വാഭാവിക ഇൻഡെക്സ് മാർക്കും കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ആമുഖമായിട്ട് പറയാനുള്ളത്, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ BEd കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, പക്ഷേ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അഡ്മിഷൻ ലഭിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് BEd കോഴ്സ് ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്രധാനമായിട്ടും തമിഴ്നാട് യൂണിവേഴ്സിറ്റിയൊക്കെ വിദ്യാർത്ഥികൾക്ക് റെഗുലറായിട്ടുള്ള കോഴ്സ് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കോഴ്സൊക്കെ ചെയ്യുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ലിങ്ക് കൊടുത്തിരുന്നു. ആ ലിങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആ ലിങ്ക് വഴി, അതായത് നമ്മുടെ കരിയർ വെയിൻ്റെ കീഴിൽ തന്നെ അഡ്മിഷൻ ഡയറക്റ്റ് എടുത്തു കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഒരു ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മാർക്ക് കുറഞ്ഞ, പ്രത്യേകം ശ്രദ്ധിക്കാം, മാർക്ക് കുറഞ്ഞ അഡ്മിഷൻ സാധ്യത ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഇയർ നഷ്ടപ്പെടുത്താതെ റെഗുലറായിട്ട് തന്നെ BEd പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഗുലറായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് BEd അഡ്മിഷൻ. അതുമായി ബന്ധപ്പെട്ട് ഇനിയും അത്തരത്തിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാത്രം നമ്മൾ BEdൻ്റെ ഒരു ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ, അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. BEd അഡ്മിഷൻ 2024 എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് BEd മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രം, അതായത് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ താല്പര്യമുള്ള, അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ആ താഴെ കൊടുത്ത ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡയറക്ഷൻസും നമ്മുടെ ഈ ഗ്രൂപ്പിൽ കൂടി വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞവർക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ അറിയിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് നാമകമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഇനി അതേപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇന്ന് 22/6/2024 വരെയാണ് BEdൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥികൾ BEd, അതായത് കോമേഴ്സ് ഒഴികെയുള്ള BEdൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് 22/6/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. കൊമേഴ്സുകാരുടെ BEd അപേക്ഷയുടെ അപ്ഡേറ്റ് ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനി അടുത്ത ഘട്ടം, അതായത് വരുന്ന ഈ ആഴ്ചയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ വേണ്ടി ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള നിങ്ങളിപ്പോൾ കൊടുത്ത admission.usc.ac.in എന്ന വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ യൂസർ ID-യും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ഏകദേശം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് അഡ്മിഷൻ സാധ്യതയുള്ള ഒരു കോളേജ് കാണാൻ സാധിക്കും. അത് ഒരു കാരണവശാലും ഉറപ്പല്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടിയില്ല എങ്കിലും കിട്ടിയാലും വിദ്യാർത്ഥികൾ അതൊരു ജസ്റ്റ് സാധ്യത മാത്രം കണക്കിലെടുത്താൽ മതി. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ, എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും. ആ സമയത്ത് കൃത്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്.
ഇനി രണ്ടാമതായിട്ട് നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ജൂലൈ 4-ാം തീയതി വരെ ബി.എഡ് അപേക്ഷാ സമയമുണ്ട്. കാരണം പല റിസൾട്ടുകളും വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുള്ളത് കൊണ്ട് തന്നെ ജൂലൈ 4 വരെ നേരത്തെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ജൂലൈ 4 വരെ കൊടുത്തിടുക. പരമാവധി എല്ലാ യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികൾ ബി.എഡ് കോഴ്സിന് അപേക്ഷ കൊടുത്തിടുക. കാരണം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടിയാൽ തീർച്ചയായും ബി.എഡ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും പരമാവധി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിടുക. ഇനി മൂന്നാമതായിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റി എല്ലാ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡേറ്റും ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ലാസ്റ്റ് ഡേറ്റ് 25/6/2024 വരെയാണ് ബി.എഡ് അഡ്മിഷൻ. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 25/6/2024 വരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് 26/6/2024, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് 29/6/2024. ഓക്കെ, അപ്പോൾ ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 15-ാം തീയതി ക്ലാസ് അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഇനി അഥവാ ചാൻസ് ഉണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റും ഉൾപ്പെടെയുള്ള മുഴുവൻ അഡ്മിഷൻ പ്രൊസീജിയറും 15-ാം തീയതിക്കുള്ളിൽ സ്റ്റോപ്പ് ചെയ്ത് 15-ാം തീയതിക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 26-ാം തീയതി അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെയും കൃത്യമായ വിദ്യാർത്ഥികൾ ഈ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി അവസാനമായിട്ട് എം.ജി യൂണിവേഴ്സിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ജൂൺ 30-ാം തീയതി വരെ എം.ജി യൂണിവേഴ്സിറ്റിയിലും ബി.എഡ് അപേക്ഷ സമയം ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എം.ജി യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ജൂലൈ 4-നും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ 8-നും അതേപോലെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 22-നുമാണ്. ഓക്കെ, അപ്പോൾ എം.ജി യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ 22-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ 4-ന് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ എം.ജി യൂണിവേഴ്സിറ്റിയുടെയും നമുക്ക് ഓരോ ഘട്ടത്തിലെയും അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് പരമാവധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ്. കൂടാതെ ഓരോ ഘട്ടത്തിലും ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇയർ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ടുള്ള സമാന്തരമായിട്ട് തന്നെ കേരളത്തിൽ അതേ രീതിയിൽ തന്നെ റെഗുലറായിട്ടുള്ള ബി.എഡ് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് ബി.എഡ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കരിയർ വിൻ്റെ കീഴിൽ വളരെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് നൽകി അഡ്മിഷൻ എടുത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ നമുക്ക് ഈ പല വിദ്യാർത്ഥികൾക്കും ഇത് ഉപകാരപ്രദമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാതെ ഗ്രൂപ്പിലെത്താത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉപയോഗപ്പെടുത്തി അതിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കാര്യങ്ങൾ നമ്മളതിൽ നൽകുന്നതായിരിക്കും. ഈ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.